ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ സ്റ്റഡി കോർണർ വിത്ത് അബി. ഇന്ന് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്ക് ഫേസ് വാല്യൂ ആൻഡ് പ്ലേസ് വാല്യൂ എന്നതാണ്. ഇതിൻ്റെ വ്യത്യാസം എങ്ങനെ കണ്ടുപിടിക്കാം, ഇതെങ്ങനെയാണ് പ്ലേസ് വാല്യൂ അറിയാൻ പറ്റുന്നത്, ഇതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ, പിന്നെ യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. പ്ലേസ് വാല്യൂ ആൻഡ് ഫേസ് വാല്യൂ എന്നത് വളരെ ഈസിയായി പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫേസ് വാല്യൂ എന്ന് വെച്ചാൽ എന്താ നോക്കാം. ഫേസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഖ്യയിലെ ഡിജിറ്റ് ഏതാണോ അതേ വാല്യൂ തന്നെയാണ് എന്ത് ഫേസ് വാല്യൂ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കാം. 572 ഇതിലെ 7 എന്ന സംഖ്യയുടെ ഫേസ് വാല്യൂ ഏതെന്ന് ചോദിച്ചാൽ നമ്മളെങ്ങനെ 7 തന്നെയാണ് അതിൻ്റെ ആൻസർ. 7 എന്നതിൻ്റെ ഫേസ് വാല്യൂ എന്താണ്? 7 തന്നെയാണ്. എന്ന് വെച്ചാൽ ഇതിലെ 5ൻ്റെ ഫേസ് വാല്യൂ എന്താണ്? 5ആണ്. 7ൻ്റെത് 7, 2ൻ്റെത് 2. ഇങ്ങനെയാണ് ഫേസ് വാല്യൂ. ഏതൊരു നമ്പർ തന്നാലും അതിൻ്റെ ഫേസ് വാല്യൂ ചോദിച്ചാൽ അത് തന്നെയാണ് അതിൻ്റെ ഫേസ് വാല്യൂ. 2 ഡിജിറ്റ് എടുത്താലും അങ്ങനെ തന്നെ. 24, ഇതിലെ 4 എന്ന സംഖ്യയുടെ ഫേസ് വാല്യൂ ഏതെന്ന് ചോദിച്ചാൽ 4 തന്നെയാണ്. 4ൻ്റെ ഫേസ് വാല്യൂ എന്താണ്? 4 തന്നെയാണ്. അതുപോലെ തന്നെ 2ൻ്റെ ഫേസ് വാല്യൂ എന്താണ്? 2 തന്നെയാണ്. അപ്പോൾ ഏതൊരു സംഖ്യയുടെയും ഫേസ് വാല്യൂ എന്താണെന്ന് ചോദിച്ചാൽ അതേ സംഖ്യ തന്നെ ആയിരിക്കും എന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ നമുക്ക് പ്ലേസ് വാല്യൂ എന്താണെന്ന് നോക്കാം. പ്ലേസ് വാല്യൂ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്ഥാനത്തോട് ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഒരു സംഖ്യയുടെ പ്ലേസ് വാല്യൂ കണ്ടെത്താൻ പറഞ്ഞാൽ ആ സ്ഥാനം കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യേണ്ടത്. 572 എന്ന സംഖ്യ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ 5 എന്ന അക്കത്തിൻ്റെ പ്ലേസ് വാല്യൂ എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? പ്ലേസ് വാല്യൂ അറിയാനായിട്ട് 5 × 100 എന്ന് കിട്ടും. ഇതാണ് ഇതിൻ്റെ പ്ലേസ് വാല്യൂ. ഇതിൻ്റെ 7ൻ്റെത് ചോദിച്ചാലോ? 7ൻ്റെത് ചോദിച്ചാൽ 7 × 10 70. ഇതാണ് 7ൻ്റെ പ്ലേസ് വാല്യൂ. 2 എന്നത് ചോദിച്ചാൽ 2 × 1 2. ഇതാണ് ഇതിൻ്റെ പ്ലേസ് വാല്യൂ. ഇതെങ്ങനെയാണ്? ഇത് 1's പൊസിഷൻ, ഇത് 10's പൊസിഷൻ, ഇത് 100's പൊസിഷൻ. പൊസിഷനെയാണ് നമ്മൾ ഇൻറ്റു ചെയ്യുന്നത്. ആ നമ്പറിനോടൊപ്പം പൊസിഷനെ ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണെന്ത്? പ്ലേസ് വാല്യൂ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഓർത്ത് വെച്ചേക്കുന്നത് എന്താണ്? ഫേസ് വാല്യൂ എന്ന് വെച്ചാൽ ഫേസ് വാല്യൂ = ആ ഡിജിറ്റ് തന്നെയാണ്. പ്ലേസ് വാല്യൂ എന്ന് വയ്ക്കുമ്പോൾ എന്താണ്? ആ ഡിജിറ്റ് ഇൻറ്റു പൊസിഷൻ. ഇങ്ങനെയാണ് കണ്ടോ? ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ആ ഡിജിറ്റ് തന്നെയാണ്. പ്ലേസ് വാല്യൂ എന്ന് പറയുമ്പോൾ ആ ഡിജിറ്റിനോടൊപ്പം ആ പൊസിഷൻ്റെ ഇതും കൂടി ഇൻറ്റു ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിനി വേറൊരു സംഖ്യ നോക്കാം. പ്ലേസ് വാല്യൂവിൻ്റെ എക്സാമ്പിളായിട്ട് 3486. ഇതിൽ 4 എന്ന ഇതിൻ്റെ പ്ലേസ് വാല്യൂ എങ്ങനെ കാണും? 4ൻ്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് 100 ആണ് അല്ലേ? അപ്പോൾ 4 × 100 400 എന്നാണ് ഇതിൻ്റെ പ്ലേസ് വാല്യൂ നമുക്ക് കിട്ടുന്നത്. ഇതേ സമയം നമ്മളോട് 3ൻ്റെതാണ് ചോദിച്ചതെങ്കിൽ 3 × 1000 ആണ് 3000. അപ്പോൾ ഇതിൻ്റെ പ്ലേസ് വാല്യൂ 3യുടെ പ്ലേസ് വാല്യൂ എന്താണ്? 3000 ആണ്. ഇങ്ങനെ ആ പൊസിഷനെ ആ ഡിജിറ്റുമായി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് പ്ലേസ് വാല്യൂ എന്ന് നമ്മൾ പറയുന്നത്. നമുക്കൊരു 2 ഡിജിറ്റിൻ്റെ എക്സാമ്പിളും കൂടി നോക്കാം. 56 എന്ന സംഖ്യ എടുത്തു കഴിഞ്ഞാൽ ഇതിലെ 5ൻ്റെ പ്ലേസ് വാല്യൂ എന്തെന്ന് കേട്ട് കഴിഞ്ഞാൽ 5 × 10 50. ഇതാണെന്ത്? 5ൻ്റെ പ്ലേസ് വാല്യൂ. 6ൻ്റെത് കേട്ടാലോ? 6 × 1 6 തന്നെയാണ് എന്ത്? പ്ലേസ് വാല്യൂ. ഇങ്ങനെ അതിൻ്റെ പൊസിഷൻ നോക്കി ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണെന്ത്? പ്ലേസ് വാല്യൂ എന്ന് നമ്മൾ പറയുന്നത്.
അതുപോലെ തന്നെ പ്ലേസ് വാല്യൂ കണ്ടുപിടിക്കാൻ ഒരു ട്രിക്ക് കൂടിയുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ 572ൽ 7ൻ്റെ പ്ലേസ് വാല്യൂ ആണ് ചോദിക്കുന്നതെങ്കിൽ 7 കഴിഞ്ഞ് എത്രയാണോ ഡിജിറ്റ്സ് ഉള്ളത് അത്രയും 0 ഇട്ട് കൊടുത്താലും മതി. എന്ന് വെച്ചാൽ ഇപ്പോൾ 7 ചോദിച്ചാൽ നമ്മളെന്താ 2 എന്ന സംഖ്യ മാത്രമല്ലേ ഉള്ളൂ അതിനുശേഷം. അപ്പോൾ 2 എന്ന സ്ഥലം മാത്രം ഉള്ളതുകൊണ്ട് എന്താ ഒരു 0 ഇടുക. അപ്പോൾ 7ൻ്റെ പ്ലേസ് വാല്യൂ 17 എന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എത്ര 4 എന്നതിൻ്റെത് നമുക്ക് അതിനുശേഷം എത്ര 2 സംഖ്യകളുണ്ടല്ലേ. അപ്പോൾ 2 0 4 കഴിഞ്ഞ് 2 0 ഇട്ട് കൊടുത്താൽ എന്തായി 400 എന്ന് കിട്ടും. അതാണ് എന്ത് 4ൻ്റെ പ്ലേസ് വാല്യൂ. 4ൻ്റെ പ്ലേസ് വാല്യൂ ഇത് 7ൻ്റെ ആണ് 4ൻ്റെ പ്ലേസ് വാല്യൂ. അതുപോലെ തന്നെയാണ് ഇപ്പോൾ 8ൻ്റെ പ്ലേസ് വാല്യൂ കേട്ടാൽ എങ്ങനെ ചെയ്യും 8 ഒരു 0 കാരണം ഇവിടെ 6 മാത്രമേ കാണൂ. 8 കഴിഞ്ഞാൽ പിന്നെ 6 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു പൊസിഷനേ ഉള്ളൂ. അപ്പോൾ ഒരു പൊസിഷന് 0 ഇട്ട് കൊടുക്കുക. ഇപ്പോൾ 6 ആണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് അടുത്തിങ്ങോട്ട് സംഖ്യകളില്ല അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് 0 ഇടാൻ പറ്റില്ല. അതുകൊണ്ട് 6 എന്ന് മാത്രം എഴുതാം. അങ്ങനെ അപ്പോൾ ഇങ്ങനെയും നമുക്ക് പ്ലേസ് വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് നോക്കാം. പ്ലേസ് വാല്യൂവിൻ്റെ 45 എന്ന സംഖ്യയുടെ പ്ലേസ് വാല്യൂ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിലെ 4 എന്നത് 10th പ്ലേസ് ആണ്. 5 എന്നതോ 1th പ്ലേസ്. അപ്പോൾ 4ൻ്റെ പ്ലേസ് വാല്യൂ കേട്ടാൽ എന്ത് ചെയ്യണം 4 × 10 40 എന്ന് കിട്ടും. 5ൻ്റെ പ്ലേസ് വാല്യൂ കേട്ടാൽ 5 × 1 5 എന്ന് കിട്ടും. ഇതാണ് ഇതിൻ്റെ പ്ലേസ് വാല്യൂ. അതുപോലെ നമുക്ക് വേറൊരു നമ്പർ എടുക്കാം 309. ഇതിലെ പ്ലേസ് വാല്യൂ എന്നത് ഞാൻ ഒന്നുകൂടി വിസ്തരിച്ചിടാം 309. ഇതിലെ 9 1th പ്ലേസും 0 10th പ്ലേസും 300 പ്ലേസും ആണ്. 100 പ്ലേസ് ആണ്. അപ്പോൾ ഇതിന് ഡൗട്ടില്ലല്ലോ. അപ്പോൾ ഇനി ഇതിനെ നമ്മൾ ഇൻഡ്യൂ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. 3ൻ്റെത് ചോദിച്ചാൽ 3 × 100 300. 0 ചോദിക്കുമ്പോൾ 0 × 10 0. 9 × 1 9. ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ പ്ലേസ് വാല്യൂസ് കിട്ടും. ഇനി നമുക്ക് ഒരു 4 ഡിജിറ്റിൻ്റെ നോക്കാം. 1254. ഇത് എങ്ങനെ നോക്കും? 1 × 1000 1000. 2 × 100 200. 5 × 10 50. 4 × 1 4. ഇങ്ങനെയാണ് പ്ലേസ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇങ്ങനെ ഏതൊരു സംഖ്യ തന്നാലും അതിൻ്റെ പൊസിഷനോട് ഇൻഡ്യൂ ചെയ്താൽ മാത്രം മതി കേട്ടോ, മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇത്രയാണ് കേട്ടോ. അപ്പോൾ ഈ 4 ക്വസ്റ്റ്യൻ്റെയും ആൻസർ കമൻറ്റിലൂടെ അറിയിക്കുക. ഞാൻ കമൻറ്റ് നോക്കിയിട്ട് റിപ്ലൈ തരാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പ്ലേസ് നെയിംസ് നമുക്ക് നോക്കാം. എന്ന് വെച്ചാൽ ഒരു സംഖ്യ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ പൊസിഷൻസ് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും. ആ പൊസിഷൻസിനുള്ള നെയിമാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പാറ്റേൺ ഞാനിവിടെ എഴുതാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ വരുന്നത്. എന്ന് വെച്ചാൽ ഒരു സംഖ്യ എഴുതി കഴിഞ്ഞാൽ ഈ ഒരു പാറ്റേണിലായിരിക്കും ആ സംഖ്യയുടെ പൊസിഷൻസ് ഇരിക്കുന്നുണ്ടാവുക. വലതുവശത്ത് നിന്ന് നോക്കുമ്പോൾ 1s 10s 100s 1000 lakhs crores ഇങ്ങനെയാണ് പോകുന്നത്.
അപ്പോൾ നമ്മൾ ഇനി ഏതൊരു സംഖ്യ കണ്ടാലും എന്താ അതിൻ്റെ ഫോർമാറ്റ് ഇതാണ്. അപ്പോൾ ഇങ്ങനെയായിരിക്കും അതിൻ്റെ പൊസിഷൻസ് അറിയുന്നത്. ഇത് അറിഞ്ഞാലേ നമുക്ക് എന്താ മുമ്പ് ചെയ്ത കണക്കുകളൊക്കെയും നമുക്ക് പൊസിഷൻസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ പൊസിഷൻസ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഈ പാറ്റേൺ അറിഞ്ഞതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഒരു വലിയ സംഖ്യയിൽ എങ്ങനെയാണ് നമ്മൾ കോമ യൂസ് ചെയ്യുന്നത്. ഇന്ത്യൻ സിസ്റ്റം അനുസരിച്ച് നമ്മൾ എങ്ങനെയാണ് കോമ യൂസ് ചെയ്യുന്നതെന്നാണ് എന്ന് നമുക്ക് നോക്കാം. അതിനുള്ളൊരു എക്സാമ്പിളാണ് ഇപ്പോൾ എഴുതിയത്. ഇതിലെങ്ങനെയാണ് കോമ യൂസ് ചെയ്യുന്നത്, കോമ ഇടുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വലതുവശത്ത് നിന്ന് 3 സംഖ്യകൾ മാറ്റി ആദ്യം കോമ ഇടുക. അത് കഴിഞ്ഞ് 2 സംഖ്യകൾ വീതം മാറ്റി മാറ്റി നമ്മളെന്താണ് കോമ ഇട്ട് കൊടുക്കണം. ഇങ്ങനെയാണ് നമ്മൾ ഇന്ത്യൻ സിസ്റ്റം അനുസരിച്ച് നമ്മൾ നമ്പേഴ്സ് ഒരു വലിയൊരു സംഖ്യ വന്നു കഴിഞ്ഞാൽ നമ്മൾ കോമ ഇടുന്നത്. ഈ കോമ ഇടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് നമുക്കൊന്ന് വായിച്ചെടുക്കാനായിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. വലിയ വലിയ സംഖ്യകൾ തരുമ്പോൾ പലർക്കും തെറ്റ് പോകുന്നുണ്ട്. മീൻസ് 1,00,000 ആണോ 12,000 ആണോ അങ്ങനെയൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ വരുന്നത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഈ കോമ സഹായിക്കും. നമുക്ക് വേറൊരു എക്സാമ്പിളും കൂടെ നോക്കാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 56,789 എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇത് വലതുവശത്ത് നിന്ന് ആദ്യത്തെ 3 സംഖ്യകൾ മാറ്റാം. 3 സംഖ്യകൾ മാറ്റുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് 56,789 എന്ന് വായിക്കാനായിട്ട് നമുക്ക് പറ്റും. ഇതേ രീതി തന്നെയാണ് ഏതൊരു നമ്പർ നമ്മൾ കണ്ടാലും ഉപയോഗിക്കേണ്ടത്. കോമ ഇട്ടേ നമുക്ക് വായിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സിസ്റ്റം തന്നെ ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. നമുക്കിനി വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ എഴുതിയിരിക്കുന്ന ഈ സംഖ്യ കാണുമ്പോൾ പെട്ടെന്ന് വായിക്കാൻ ചിലപ്പോൾ പ്രയാസമുള്ളവരുണ്ടാവും. അപ്പോൾ അവർക്കായിട്ടാണ് ഞാൻ ഈ കോമ ഇട്ട് തന്നെ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം 3 എണ്ണം മാറ്റി, പിന്നെ 2 എണ്ണം മാറ്റി, പിന്നെ വീണ്ടും 2 എണ്ണം നമ്മൾ മാറ്റി, ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ വായിക്കും എന്നുള്ളതിൽ നമ്മളിപ്പോൾ കോമ ഇട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്തെന്ന് മനസ്സിലാക്കാം. ഇത് 45,03,201 രൂപയാണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അല്ലാത്ത പക്ഷം നമ്മൾ നമ്മൾ പൊസിഷൻസ് ഇങ്ങനെ നോക്കേണ്ടതായിട്ട് വരും, ടൈം ഒരുപാട് പോകും. അപ്പോൾ കോമ ഇടുന്ന രീതി ഒന്നുകൂടി ഈസി ആക്കാനായിട്ട് ഞാൻ എടുത്തെഴുതാം. വലതുവശത്ത് നിന്ന് നോക്കുമ്പോൾ 1s, 10s, 100s എന്ന ഈ 3 പൊസിഷൻസ് കഴിഞ്ഞിട്ട് ആണ് കഴിഞ്ഞിട്ട് എന്ന് വെച്ചാൽ വലതുവശത്ത് നിന്ന് നമ്മൾ ഇടത്തോട്ടാണ് നോക്കുന്നത്. അപ്പോൾ വലതുവശത്ത് നിന്ന് ഈ 3 പൊസിഷൻ കഴിഞ്ഞിട്ട് നമ്മൾ കോമ ഇടുന്നു. പിന്നീട് വരുന്നത് എന്തൊക്കെയാണ്, തൗസൻഡ്സും ലാക്സും ക്രോഡ്സ് എങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ 2 ഡിജിറ്റ്സ് കഴിയുന്തോറും നമ്മൾ കോമ ഇട്ട് പോകുന്നുണ്ട്. ഇതിനെ നമ്മൾ ഓർത്ത് വെച്ചേക്കുക. കാരണം വലിയ സംഖ്യകൾ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മളിത് വിട്ടു പോവും. 2 ഡിജിറ്റ്സ് വെച്ച് ഇടേണ്ടതിന് 3 ഡിജിറ്റ്സ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ തന്നെ മാറിപ്പോവും. അതുകൊണ്ട് ഇത് ഓർത്ത് തന്നെ വെച്ച് പഠിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ കോമ ഇടുന്ന രീതിയും വായിക്കേണ്ട രീതിയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഞാനൊരു വലിയ സംഖ്യ എഴുതി കാണിച്ചു തരാം. സപ്പോസ് നമുക്കിങ്ങനെ വരികയാണ്. ഇങ്ങനെ ഒരു സംഖ്യ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കോമ ഇടും? ഫസ്റ്റ് 3 ഡിജിറ്റ്സ് കഴിഞ്ഞൊന്ന്, 2 ഡിജിറ്റ്സ് കഴിഞ്ഞൊന്ന്, 2 ഡിജിറ്റ്സ് കഴിഞ്ഞൊന്ന്, ഇങ്ങനെയാണ് അല്ലേ നമ്മൾ കോമ ഇടുന്നത്. അപ്പോൾ ഇതിൽ 1 2 3 4 5 6 7 അപ്പോൾ ഈ 7 പൊസിഷൻസ് കഴിഞ്ഞ് ഇപ്പുറത്തോട്ട് വരുന്നവ ഇങ്ങനെ പാർട്ടീഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പുറത്ത് 7 ഡിജിറ്റ്സ് ഉണ്ട് എന്ന് വെച്ചാൽ 7 സീറോസ് എന്നത് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇപ്പുറത്ത് വരുന്നത് എന്താണ്? ക്രോർ എന്ന പൊസിഷനാണ്. എന്ന് വെച്ചാൽ 121,21,42,345 എന്നാണ് നമ്മളിതിനെ വായിക്കുന്നത്. അപ്പോൾ ഈസി ആയിട്ട് അനലൈസ് ചെയ്യാനാണ് ഞാൻ ഇത് പറഞ്ഞു തന്നത്. എന്ന് വെച്ചാൽ ഏതൊരു സംഖ്യ കിട്ടിയാലും ഇപ്പുറത്തെ 7 അക്കം ഉണ്ടെങ്കിൽ ഇപ്പുറത്ത് വരുന്നത് എന്താണ്? കോടി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഉള്ളതിനെ കൂട്ടി വായിച്ചാൽ തന്നെ നമുക്ക് എത്രയാണോ കോടി പിന്നെ ഇത്രയും കൂട്ടി വായിച്ചാൽ മതി. അങ്ങനെ ഒരു ട്രിക്കും കൂടി ഇതിലുണ്ട്. അപ്പോൾ ഏതൊരു സംഖ്യയുടെയും ഇങ്ങനെ തന്നെയാണ്. സപ്പോസ് ഇപ്പോൾ ഒരു 34 ഇങ്ങനെ ഒരു നമ്പറാണ് കിട്ടുന്നതെങ്കിലും ഇവിടെ 3 ഡിജിറ്റ്സ് കഴിഞ്ഞ് 2 ഡിജിറ്റ്സ് കഴിഞ്ഞ് 2 ഡിജിറ്റ്സ് കഴിഞ്ഞ് ഇങ്ങനെ നമ്മൾ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 3 3 6 7 ഇത്രയും വരുമ്പോൾ എന്തായി? 7 സംഖ്യകളായി. അപ്പോൾ ഇവിടെ ഇങ്ങനെ പാർട്ടീഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വായിക്കാം? 34,22,33,248 എന്ന് നമ്മൾ വായിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് പാർട്ടീഷൻ ചെയ്തും നമുക്ക് പഠിക്കാം. അപ്പോൾ കോടി എന്നുള്ളതിന് ഡൗട്ട് വരുന്നവർ 7 അക്കം മാറ്റി നിർത്തിയിട്ട് ഇങ്ങോട്ട് ചിന്തിച്ചാൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അത് വായിക്കാനും പറയാനും പറ്റും കേട്ടോ.
അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫേസ് വാല്യൂ, പ്ലേസ് വാല്യൂ, പിന്നെ പൊസിഷൻസിൻ്റെ നെയിംസ്, പിന്നെ ഒരു വലിയ സംഖ്യയിൽ എങ്ങനെയാണ് കോമാസ് ഇടുന്നത്, ഒരു വലിയ സംഖ്യ എത്ര എളുപ്പത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ്സ് വഴി ചോദിക്കാവുന്നതാണ്. എന്തായാലും ഞാൻ റിപ്ലൈ തന്നിരിക്കും. അപ്പോൾ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ മറ്റുള്ളവരിലേക്കും എത്താനായിട്ട് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ താങ്ക് യു.